എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2-ാം തീയതി മുതൽ ഓൺലൈനായിട്ട് vhskep.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂലൈ 2, 3, 4 തീയതികളിലായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷനുകൾ കൊടുക്കാനും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷൻസ് നൽകുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അഡ്മിഷൻ നേടാൻ സാധിക്കാതെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടില്ല. അതായത് ജൂലൈ 1-ാം തീയതിയോടെ, അതായത് 1-ാം തീയതി വൈകുന്നേരത്തോടെ മാത്രമാണ് വെബ്സൈറ്റിൽ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ആവശ്യമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. കാരണം ഇത് രണ്ടും രണ്ട് വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാം എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫർ വഴി ചെയ്യാനായിട്ട് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് വഴി സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ജൂലൈ 2-ാം തീയതി മുതൽ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. വേക്കൻസി ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളോട് പറഞ്ഞു ഈ ഒരു ജൂലൈ, അതായത് 2, 3, 4 തീയതികളിലായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ജൂലൈ 8-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 8, 9 തീയതികളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതായത് ജൂലൈ 8-ാം തീയതി അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂലൈ 7-ാം തീയതിയോടെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ജൂലൈ 2-ാം തീയതി മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.